എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മാവ് കലക്കി ഒഴിച്ച് പരത്തി തയ്യാറാക്കിയ മുട്ടപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കറിയൊന്നുമില്ലാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൊരു ഐറ്റമാണ്. ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ 2 ചെറിയ സവാള ഇതേപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. 1 കപ്പ് മൈദ കൊണ്ടുള്ള പത്തിരിയുടെ അളവാണ് ഈ പറയുന്നത്. അപ്പം വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാകും. ഈ ഒരു രീതിയിൽ സവാള ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് അതിലേക്ക് എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴട്ടി കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്ത് മസാലകൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. ഞാനൊരു 2 മുട്ടയാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ 3 എണ്ണം വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് പുറത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മുട്ടയൊന്ന് ചിക്കി എടുക്കണം. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട നന്നായിട്ട് ചെറിയ ചെറിയ പീസസായി നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ മുട്ട ഇതേപോലെ ഒന്ന് ചിക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇടയ്ക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടിക്ക് പിടിക്കാതെ നോക്കിക്കൊള്ളണം. അപ്പോൾ ഈ രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇതേപോലെ സ്ക്രാമ്പിൾ ചെയ്ത് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടപ്പത്തിരിക്കുള്ളിലെ ഫില്ലിങ്. അപ്പോൾ ഇതേപോലെ ഫില്ലിങ് തയ്യാറാക്കി മാറ്റിയതിന് ശേഷം ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത ഉപ്പ് മൈദയിലെല്ലാം ആകത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേർത്ത് കൊടുക്കുന്ന വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ മാവ് കലക്കിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ കുറേശ്ശെയായിട്ട് പലതവണയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഇത്രയും ലൂസായിട്ടാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇരിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ബാറ്റർ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കണം. ഇതാണ് ഇതിന് ശരിക്കുള്ള കൺസിസ്റ്റൻസി. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള അത്രയും മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒട്ടും കനമില്ലാതെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒട്ടും മൂത്ത് പോകരുത്. അതിന് മുന്നേ തന്നെ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ എത്രത്തോളം കനം കുറച്ചാണ് ചുട്ടിരിക്കുന്നതെന്ന്. അപ്പം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും നടുവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മറു സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കി ഇപ്പുറത്തേക്ക് ആക്കി കൊടുക്കാം. ഇനി ആ മടക്കിയ ഭാഗം നന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും മസാല പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതേപോലെ കുറച്ച് ഓയിൽ അതിൻ്റെ പുറത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 3-4 തവണ ഇതേപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുമ്പോഴെല്ലാം കുറേശ്ശെ ഓയിൽ ഇങ്ങനെയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വീർത്ത് കിട്ടും. കണ്ടില്ലേ ഇതേപോലെ ഈ സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. വീണ്ടും ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പരത്താതെ തന്നെ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താലും മതി. നേരത്തെ ചെയ്തതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം
ഫില്ലിങ് നമുക്ക് ആവശ്യമുള്ള അത്രയും നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്നും മടക്കി മറുഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ വെച്ച് കൊടുക്കുന്ന ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ 3-4 തവണ തിരിച്ചും മറിച്ചും ഇട്ട് ഓയിലും ബ്രഷ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതേപോലെ കളർ മാറി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവെല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നെല്ലാം ഇതേപോലെ മുട്ടപ്പത്തിരി റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ, അകത്ത് ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് ഈ മുട്ടപ്പത്തിരി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഈ മുട്ടപ്പത്തിരി ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇതിന് ഉൾഭാഗം ഒന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.